സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിലേക്കാണ്. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വാക്കോ ദോഷങ്ങളെ പൊഴിക്കുന്നു. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. വാക്കുകളെക്കുറിച്ച് പല ആവർത്തി ജ്ഞാനി സദൃശവാക്യത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ചിന്തയോടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, വാക്കുകൾ ദുരുപയോഗം ചെയ്താലുള്ള അപകടങ്ങളെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞ ജ്ഞാനി ഇക്കുറി നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ തുലനം ചെയ്യുന്നത് അവരുടെ വാക്കുകൾ ഉപയോഗിച്ചാണ്. ഒരു പുരോഹിതന്റെ അടുക്കൽ ഒരു സ്ത്രീ സംഭാഷണത്തിലെത്തുമ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്: താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പലപ്പോഴും പരദൂഷണം പറയുന്ന സ്വഭാവം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഒരു കുന്നിൻ മുകളിലുള്ള ചെറിയ ദേവാലയത്തിൽ നിന്ന് തൂവലുകൾ കൊണ്ട് തീർത്ത ഒരു തലയിണയുമായി ആ പുരോഹിതൻ പുറത്തേക്കിറങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ തലയിണ കീറി ഈ തൂവലുകളെ പറത്തിവിട്ടാലോ? അവർ ശുഷ്കാന്തിയോടുകൂടി ആ തലയിണ കീറി തൂവലുകളെ പറത്തിവിട്ടു. ആ കുന്നിൻ മുകളിലെ കുളിർത്ത കാറ്റിൽ ആ തൂവലുകൾ പറന്ന് പറന്ന് നാനാ ദിശകളിലേക്കും പോയി. അല്പസമയത്തിന് ശേഷം ആ പുരോഹിത ശ്രേഷ്ഠൻ ആ സ്ത്രീയോട് പറഞ്ഞു, ആ തൂവലുകളെ ഇനി തിരികെ ശേഖരിച്ച് ഈ തലയിണയിലേക്ക് ആക്കുക. ആ സ്ത്രീ പറഞ്ഞു, അതിന് അസാധ്യമാണ്. അത് എത്രയോ ദിക്കുകളിലേക്ക്, എത്രയോ ദിശകളിലേക്ക് പാറിപ്പറന്ന് പോയിക്കഴിഞ്ഞിരിക്കുന്നു. പുരോഹിതവര്യൻ അവളോട് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് വാക്കുകളും. നാം അത് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് അതിന്മേൽ നമുക്ക് നിയന്ത്രണമില്ല. അത് കാറ്റത്ത് പാറുന്ന ഈ തൂവൽ പോലെ നാനാ ദിക്കുകളിലേക്കും നാനാ വ്യക്തിത്വങ്ങളിലേക്കും പറന്നു പോവുകയാണ്. അതിനെ തിരികെ വിളിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് വാക്കുകൾ പൊഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും ചിന്തയോടുകൂടെ ചെയ്യുവിൻ. വാക്കുകളുടെ നൈതികതയും ധാർമ്മികതയും വേദശാസ്ത്ര അടിസ്ഥാനവും ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്കൊരുപാട് കണ്ടെത്താനാവുമെങ്കിലും പ്രായോഗികമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വാക്യം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകളെയും പാഠങ്ങളെയും നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ആലോചിച്ച് ഉത്തരം പറയുന്നവനാണ് നീതിമാൻ. അവൻ്റെ ജീവിതത്തിൽ എടുത്തുചാട്ടത്തിൻ്റെ അനുഭവങ്ങളില്ല. പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അവൻ ഓരോ വാക്കും പറയുകയുള്ളൂ. ചില ന്യായാധിപന്മാരെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ വാക്കും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവർ ഓരോ വാക്കും സ്ഫുടതയോടെ, വ്യക്തതയോടെ, ആലോചനയോടെ പറയുന്നത് എന്ന് നാം ശ്രദ്ധിച്ചിട്ടില്ലയോ? അതുപോലെ തന്നെയാകണം ഓരോ നീതിമാന്റെയും വാക്കുകൾ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ
വായ് പ്രസ്താവിക്കുന്നത് എന്ന വാക്യം വാക്കുകളെക്കുറിച്ച് നാം പഠിച്ച ഘട്ടങ്ങളിലൊക്കെ നാം ആവർത്തിച്ച് ഓർത്ത ഒരു വാക്യമാണ്. നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ആന്തരിക ജീവിത അനുഭവമാണ് വാക്കുകളെ നിർണയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഉരിഞ്ഞു തിരിയുന്ന ചിന്തകൾ, നമ്മുടെ മനസ്സിൽ നിറയുന്ന ചിന്തകൾ, അവയാണ് വാക്കുകളുടെ രൂപത്തിൽ പുറത്തേക്ക് വരിക. സ്വയ നിയന്ത്രണത്തിൻ്റെ അനിവാര്യത ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നാൽ ദുഷ്ടൻ്റെ വാക്കുകളാകട്ടെ, വായയാകട്ടെ, എപ്പോഴും ദോഷങ്ങളെ പൊഴിക്കുന്നതാണ്. അത് ചിന്തയില്ലാതെ പറയുന്ന വാക്കുകളാകാം, ദുഷ്ടത നിറഞ്ഞ വാക്കുകളാകാം, തിന്മ നിറഞ്ഞ വാക്കുകളാകാം. വാക്കുകൾ ആന്തരിക ജീവിതത്തിൻ്റെ പ്രതിഫലനമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടതയുടെ പ്രതിഫലനവുമാകാം. പലപ്പോഴും നിശബ്ദത തെറ്റായ വാക്കുകളെക്കാളും നല്ലതാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തുമ്പോൾ ജ്ഞാനി തലമുറകളെ ഓർമ്മപ്പെടുത്തുന്നത് വാക്കുകളുടെ ശരിയായ വിനിയോഗത്തെക്കുറിച്ചാണ് എന്ന് നാം ഓർക്കണം. മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്ന ജ്ഞാനിയുടെ, നീതിമാന്റെ വാക്കുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ തന്നെ ജീവിതത്തിൽ ദിനംതോറും നാം സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. വാക്കുകൾ, ആലോചിച്ചിട്ടുള്ള വാക്കുകൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. പിന്നീട് മനസ്താപം വരേണ്ടത് ഒഴിവാക്കുന്നതാണ് ചിന്തിച്ചിട്ടുള്ള വാക്കുകൾ. പറഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് കരുതുന്ന അവസ്ഥ. ഒരു മനുഷ്യന് പ്രതിസന്ധിയുടെ നിമിഷത്തിൽ ഒരു ഇമെയിൽ വന്നു എന്ന് വിചാരിക്കുക. ഉള്ളു നിറയെ ദേഷ്യവും പകയുമായി ആ ഇമെയിലിന് ഉത്തരം എഴുതി അവൻ അയക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു. ഇത് അയക്കണം എന്ന് നീ തീർച്ചയാണോ? ആർ യു ഷുവർ ദിസ് ക്യാൻ ബി സെൻഡ്? അത് രണ്ടാമത് ആലോചിക്കേണ്ടതിന് അവൻ അവസരമൊരുക്കി. അടുത്ത പ്രഭാതം വരെ കാത്തിരിക്കുവാൻ അവൻ തീരുമാനിച്ചു. മനസ്സ് സ്വച്ഛന്തമായി, ശാന്തമായി. അവൻ വീണ്ടും വായിച്ചപ്പോൾ ഇത് അയച്ചിരുന്നെങ്കിൽ എത്ര ബന്ധങ്ങളെ തകർക്കുന്നതായി പോയേനെ എന്ന് കരുതി അത് മുഴുവനും അയച്ചു കളഞ്ഞ് പുതുതായി ലഘുവായി പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും മാർഗങ്ങളുമായി അവൻ എഴുതി. സ്നേഹിതരെ, പിന്നീട് മനസ്താപം വന്ന് തിരുത്തേണ്ടതാകരുത് ആലോചിച്ച് പറയുന്ന വാക്കുകൾ. ആലോചനയോടെ പറയുന്ന വാക്കുകൾ വ്യക്തത വർദ്ധിപ്പിക്കുന്നു. പലയിടങ്ങളിലും ബന്ധങ്ങളുടെ തകർച്ചയ്ക്കു കാരണം ആശയവിനിമയത്തിൽ വരുന്ന വീഴ്ചകളാണ്. നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ, നോവിക്കുന്ന വാക്കുകൾ, ക്രൂരമായ വാക്കുകൾ, അവ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. എന്നാൽ നീതിമാന്റെ വാക്കുകൾ വ്യക്തമായതാണ്, വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് പറയുന്ന വാക്കുകൾ സംഘർഷ സാധ്യതകളെ കുറയ്ക്കുന്നു. പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആലോചനയില്ലാതെ പ്രകോപനപരമായി നാം ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഏതൊരു സാഹചര്യത്തെയും അനുരഞ്ജനത്തിൻ്റെ വാക്കുകളിലൂടെ ശാന്തമാക്കുവാൻ കഴിയുമെന്നിരിക്കെ അതിന് ശ്രമിക്കാതെ ചിന്തയില്ലാത്ത വാക്കുകൾ പ്രകോപനം സൃഷ്ടിക്കുന്ന വാക്കുകളാണ്, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണ്, സംഘർഷ സാധ്യതയെ വർദ്ധിപ്പിക്കുന്ന വാക്കുകളാണ് എന്ന് നാം മറന്നു പോകരുത്. ഒരു വ്യക്തി ആലോചനയോടെ, ആലോചിച്ച് ഉറപ്പിച്ച്
സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എത്ര പക്വതയുള്ള വ്യക്തി, എത്ര സ്വഭാവ സവിശേഷതയുള്ള വ്യക്തി എന്നൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ പ്രധാനമായും ആ വ്യക്തിയുടെ വാക്കുകളും വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. ആലോചനയോടെ പറയുന്ന ഉത്തരങ്ങൾ സമാധാനത്തിനും അനുരഞ്ജനത്തിനും കാരണമായി തീരുന്നു എന്ന് നാം തിരിച്ചറിയണം. അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു. പൊട്ടച്ചൊല്ലും കളിവാക്കും ഒഴിവായി ആലോചനയോടെ ഉത്തരം പറയുന്നൊരു വ്യക്തി, പ്രാർത്ഥനയോടെ ഉത്തരം പറയുന്നൊരു വ്യക്തി സമൂഹത്തിൽ ബഹുമാന്യനായിത്തീരുന്നു. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് വാക്കുകൾ ആലോചനയില്ലാതെ ഉപയോഗിക്കുമ്പോഴാണ്. ഇവിടെയാകട്ടെ നീതിമാൻ ആലോചനയോടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണകളെ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ശരിയായ ധാരണകൾ, ശരിയായ ആശയവിനിമയം ശക്തമായ ബന്ധങ്ങളുടെ അടിസ്ഥാന നിദാനമാണ്. നല്ല വാക്കുകൾ ദൈവഹിതവുമായി, ദൈവ പദ്ധതിയുമായി, ദൈവപ്രതീക്ഷയുമായി താദാമ്യം പ്രാപിക്കുന്നവയാണ്. അതൊരു വ്യക്തിയിൽ വിനയത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ശക്തിയെയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വാക്കുകൾ ജീവദായകമാണ്, സൗഖ്യദായകമാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനി ലളിതമായി നമുക്ക് നൽകുന്ന ഉപദേശം, നാം സംസാരിക്കുമ്പോൾ വാക്കുകൾ ആലോചിച്ച് ഉപയോഗിക്കുക. രണ്ടാമത് ആലോചിച്ചിട്ട്, വേണ്ടി വന്നാൽ മൂന്നാമത് ആലോചിച്ചിട്ട് ഉപയോഗിക്കുക. ദേഷ്യ അവസ്ഥകളിൽ മിണ്ടാതിരിക്കുവാൻ പഠിക്കുക. പ്രക്ഷുബ്ധതയുടെ മധ്യേ എടുത്തുചാട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ വാക്കുകളിലൂടെ ഒഴിവാക്കുവാനായി ശ്രമിക്കുക. മറുവശത്ത് ഞാൻ ഈ രേഖപ്പെടുത്തുന്ന അടിസ്ഥാനപരമായൊരു സത്യമാണ് ദുഷ്ടന്റെ വായ ദോഷങ്ങളെ പൊഴിക്കുന്നു എന്നത്. എന്തൊക്കെയാണ് ദുഷ്ടന്റെ വായയിൽ നിന്നും പൊഴിക്കുന്ന ദോഷങ്ങൾ? പ്രധാനമായും ഒരുപാട് വാക്കുകൾ ഈ ചോദ്യത്തിന് ഉത്തരമായി നിരത്തുവാൻ നമുക്കാകുമെങ്കിലും കള്ളവും കാപഢ്യവും ദുഷ്ടന്റെ വായ് പൊഴിക്കുന്ന ദോഷങ്ങളാണ്. സത്യത്തിന് ഒരു ബന്ധവുമില്ലാത്ത അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്ന, കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന, കള്ളങ്ങൾ പറയുന്ന വാക്കുകൾ, കപടതയുടെ മൂടുപടമണിഞ്ഞ് കാപഠ്യത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉപയോഗിക്കുന്ന കപടമായ വാക്കുകൾ, അത് ദുഷ്ടന്റെ വായ് പൊഴിക്കുന്ന ദോഷങ്ങളാണ്. പരദൂഷണം. ഒരു വ്യക്തിയെക്കുറിച്ച് നന്മയൊന്നും പറയുവാൻ നിനക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കുവാൻ നീ പഠിക്കുക എന്ന അടിസ്ഥാന പാഠം മറന്ന് ഒരു വ്യക്തിയിൽ നന്മ മുഴുവൻ കണ്ടാലും ആ നന്മയുടെ ഇടയിൽ ചികഞ്ഞ് ആ വ്യക്തിയിലെ കുറവ് കണ്ട് അതിനെ പർവ്വതീകരിക്കുന്ന അനുഭവം നമ്മുടെ എത്രയോ പേരുടെ ജീവിത സ്വഭാവമാണ്. ഇവിടെ ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്, ദുഷ്ടന്റെ വായി ദോഷം പൊഴിക്കുന്നു. ആ ദോഷത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് അവരനെക്കുറിച്ച് ദൂഷണം പറയുന്ന അനുഭവമാണ്. വിമർശനങ്ങൾ പല രീതിയിലുണ്ട്. ഒരു വ്യക്തിയെ സഹായിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, നിർമ്മിക്കുവാൻ വിമർശനങ്ങൾക്ക് കഴിയുമെന്നതുപോലെ തന്നെ ശരിയായ ഉദ്ദേശങ്ങളോട് കൂടെ അല്ലാത്ത വിമർശനം ഒരു വ്യക്തിയെ ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ഉതകുന്നതാണ്. തകർക്കുന്ന വിമർശനങ്ങൾ ദുഷ്ടന്റെ വായ് പൊഴിക്കുന്ന വാക്കുകളുടെ മറ്റൊരു ഉദാഹരണമാണ്. അവരനെ പഴിക്കുന്നത് പോലെ തന്നെ സ്വയം പുകഴ്ത്തൽ ചിലരുടെ ഒരു കുറവായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. ചിലരുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന ശാപവാക്കുകൾ
ഹൃദയത്തിൽ നിന്ന് ദുഷ്ടതയുടെ വാക്കുകൾ, അവരിന് നന്മ നേരുന്നതിന് പകരം അവരെൻ്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്ന അനുഭവം, അവരെന്നെ സഹായിക്കുന്നതിന് പകരം അവരിനെ ദോഷം ചെയ്യുന്ന അനുഭവത്തിൽ ഇടപെടുന്ന വാക്കുകൾ, ദുഷ്ടന്റെ വായ ദോഷം പൊഴിക്കുന്നു എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ ചുറ്റും പ്രായോഗികമായി നാം കാണുന്ന ഒരുപാട് ജീവിത സാഹചര്യങ്ങളുടെ പ്രതിഫലനങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. ചിലപ്പോൾ അത് ദൈവ നിന്ദയിലേക്ക് ചെന്നെത്തുന്നു. ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന ദുഷ്ടതയുടെ അനുഭവം നന്മയുടെ പ്രകാശമായ ദൈവത്തെയും ദൈവഭാവത്തെയും അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു. ദൈവമില്ല എന്നൊരു ബോധ്യത്തിലേക്ക്, അഥവാ ദൈവമുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാരമില്ല എന്ന ബോധ്യത്തിലേക്ക്, നൈതികവും ധാർമ്മികവുമായ അതിർവരമ്പുകൾ താണ്ടിയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുമ്പോൾ ദൈവനിന്ദ ദുഷ്ടതയുടെ ഒരു പ്രതീകമാകുന്നു. ദൈവനിന്ദയെപ്പോലെ തന്നെ നാം കാണേണ്ടതാണ് അപരനിന്ദയും. അവരനെ നിന്ദിക്കുന്ന അനുഭവം, അവരനെ ചൂഷണം ചെയ്യുന്ന അനുഭവം. ദുഷ്ടന്റെ വായ് പൊഴിക്കുന്ന മറ്റൊരു ദോഷമാണ് ദുരാരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ, അസത്യമായ ആരോപണങ്ങൾ. ഒരു അധികാര സ്ഥാനത്ത് ശോഭിക്കുന്ന ഒരു വ്യക്തിയെ ഇടിച്ചു തർക്കുവാനായി, ഇകഴ്ത്തിക്കാട്ടുവാനായി അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അനുഭവം. ഒരു സ്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നിലോട്ട് വലിക്കുവാനായി അയാളുടെ സ്വഭാവഹത്യ ചെയ്യുന്ന അനുഭവം. തെറ്റായ ആരോപണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുഷ്ടതയുടെ പ്രതിഫലനങ്ങളാണ്, പ്രതീകങ്ങളാണ്. ശത്രുതയും ഭിന്നതയും സൃഷ്ടിക്കുന്ന വാക്കുകൾ ദുഷ്ടന്റെ വാക്കുകളാണ്. അത് പരിഹാസമുണ്ട്, അതിൽ ജാതീയതയുണ്ട്, അതിൽ വംശീയതയുണ്ട്, അതിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ട് ബഹുമാനിക്കുവാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവമതിപ്പുണ്ട്. ശത്രുതയെ സൃഷ്ടിക്കുന്ന, ഭിന്നതയെ സൃഷ്ടിക്കുന്ന വാക്കുകൾ, അത് ദുഷ്ടന്റെ വായ് പൊഴിക്കുന്ന വാക്കുകളാണ്. ചിലരുടെ ജീവിതത്തിൽ അത് മുഖസ്തുതിയുടെ രൂപമെടുക്കുന്നു. സ്വാർത്ഥലാഭത്തിനു വേണ്ടി അവരനെ സുഖിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. ഉള്ളിൽ ആത്മാർത്ഥതയില്ലാതെ സ്വാർത്ഥലാഭത്തിനു വേണ്ടി അത്തരം മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിക്കുന്ന എത്രയോ പേർ ഈ ദുഷ്ടതയുടെ തട്ടിൽ നാം വായിക്കേണ്ടവരാണ്. ചിലരുടെ ജീവിതത്തിൽ തെറ്റായ വാക്കുകൾ കടന്നു വരുവാനായിട്ടുള്ള കാരണം അകാരണമായ ദേഷ്യമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു നിയന്ത്രണവുമില്ല എന്ന് പറയുന്നവർ, എന്ത് പറയുന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നവർ, ശാന്തതയോടെ സ്വച്ഛന്തതയോടെ ആലോചനയോടെ ഇടപെടുകയാണെങ്കിൽ ഏത് സംഘർഷങ്ങളെയും ലഘൂകരിക്കാൻ നമുക്കാകും. എന്നാൽ അതുപോലെ തന്നെ അവധാനതയോടെ നേരിട്ടില്ല എങ്കിൽ ഏത് സംഘർഷങ്ങളെയും പർവ്വതീകരിക്കുവാൻ നമുക്കാകും. അത്തരത്തിൽ ദുഷ്ടതയുടെ അനുഭവം അത് തിന്മയെ പർവ്വതീകരിക്കുന്ന അനുഭവമാണ്. ദുഷ്ടന്റെ വായിൽ നിന്നും പൊഴിക്കുന്ന പരിഹാസം, പരാതി, പിറുപിറുപ്പ് നാം ശ്രദ്ധിക്കേണ്ട 3 വാക്കുകളാണ്. ജീവിതത്തിൽ എന്തെല്ലാം ലഭിച്ചാലും തൃപ്തി ഇല്ലാത്ത എത്രയോ പേർ, ലഭിക്കാത്തതിനെക്കുറിച്ച് വിലപിക്കുന്നവർ, അയലത്തുകാരൻ്റെതിനെക്കുറിച്ച് വിലപിക്കുന്നവർ, എത്രയോ പേരെ നമുക്കറിയാം. പരാതിപ്പെട്ടികളായി ജീവിക്കുന്നവർ, അവരിൽ പരിഹാസം മാത്രം കാണുന്നവർ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പിറുപിറുപ്പോടെ മാത്രം ജീവിക്കുന്നവർ, പരാതിയും പിറുപിറുപ്പും പരിഹാസവും ദുഷ്ടന്റെ വായിൽ നിന്നും പൊഴിക്കുന്ന ദോഷൈക്യ ഫലങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തിന്മയെ ന്യായീകരിക്കൽ. തിന്മയുടെ ഭാഗത്ത് വീണുപോയിട്ട് അനുതാപത്തോടെ തിരികെ വന്ന് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുന്നതിന് പകരം സ്വയനീതീകരണത്തിൻ്റെയും തിന്മയുടെ ന്യായീകരണത്തിൻ്റെയും പക്ഷം പിടിക്കുന്ന
എത്രയോ പേരെ നമുക്കറിയാം, നമുക്ക് പരിചയമുണ്ട്. ആ അനുഭവത്തെയാണ് ഇവിടെ ശ്രദ്ധയോടെ നാം കാണുന്നത്. പ്രലോഭനങ്ങളിലേക്ക് വശംവദനാകുവാൻ, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാൻ നാം ഉപയോഗിക്കുന്ന പ്രലോഭനത്തിൻ്റെ വാക്കുകൾ ചിലപ്പോഴെങ്കിലും ഈ തിന്മയുടെ പ്രതിഫലനങ്ങളാണ്. വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വാക്കുകളുടെ വേദശാസ്ത്രത്തെക്കുറിച്ചുമുള്ള സദൃശവാക്യം 15-ാം അധ്യായം 28-ാം വാക്യത്തെക്കുറിച്ചുള്ള പഠനം പിന്നെ വാക്കുകൾ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിലേക്ക് വഴിതെളിത്തുന്നു. അതിന് ശരിയായൊരു ഉത്തരമാണ് യേശുവിനെ നോക്കുക, യേശുവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലയാവർത്തി ഇതേ പംക്തിയിൽ നാം ചിന്തിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി അതിൻ്റെ ചില സവിശേഷതകൾ നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, യേശുവിൻ്റെ വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. അവിടെ വിദ്വേഷത്തിനും പകയ്ക്കും അകൽച്ചയ്ക്കും സ്ഥാനമില്ല എന്ന് നാം തിരിച്ചറിയണം. ഓരോ വാക്കും ആലോചനയോടെ പറയുന്ന യേശു. രണ്ടാമത്, യേശുവിൻ്റെ വാക്കുകൾ അവ ജീവസന്ധായകമാണ്, ജീവൻ നൽകുന്നതാണ്, നിത്യമായ ജീവൻ നൽകുന്നതാണ്. മരണക്കിടക്കയിൽ കിടന്ന നയീനിലെ വിധവയുടെ മകനെ മഞ്ചം തൊട്ട് ഉയർപ്പിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ, ലാസറിനെ കല്ലറ വിട്ട് പുറത്തേക്ക് വാ എന്ന് ക്ഷണിക്കുന്ന യേശുവിൻ്റെ വാക്കുകൾ, സഖായിയെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടത് എന്ന് പറയുന്ന രൂപാന്തരത്തിൻ്റെ യേശുവിൻ്റെ വാക്കുകൾ. യേശുവിൻ്റെ വാക്കുകൾ നന്മയുടെ വാക്കുകൾ. ആ വാക്കുകൾ ജീവദായകമായിരുന്നു. ആ വാക്കുകൾ ആധികാരികമായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ട ഓരോരുത്തരും ആ വാക്കുകളെക്കുറിച്ച് നടത്തിയൊരു പ്രതിഫലനം, അവൻ അധികാരത്തോടെ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ അത് കൃപയും സത്യവും നിറഞ്ഞ വാക്കുകളായിരുന്നു. കൃപയുടെ ആഴമേറിയ അർത്ഥങ്ങൾ, ക്ഷമയുടെ ആഴമേറിയ അർത്ഥങ്ങൾ പ്രതിഫലിക്കുന്ന വാക്കുകളായിരുന്നു. ആരും കല്ലെറിഞ്ഞില്ലയോ എന്ന് ചോദിക്കുമ്പോൾ താഴെ വീണ കല്ലുകളുടെ ശബ്ദങ്ങളുടെ മധ്യേ നിന്ന് യേശു പറഞ്ഞ വാക്കുകളുണ്ട്. സ്ത്രീയെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. കൃപയും സത്യവും നിറഞ്ഞ വാക്കുകൾ, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ യേശുവിൻ്റെ വാക്ക്, വചനം സദ്യമഞ്ചകളെ തുളച്ചു കയറുവാൻ പര്യാപ്തമാണ്. അത് സൗഖ്യം നൽകുന്നതാണ്, പുനഃസ്ഥാപനം ഏകുന്നതാണ്. യേശുവിൻ്റെ വാക്കുകൾ ക്ഷമയുടെ വാക്കുകളാണ്. കാൽവരിയിലെ കള്ളനെ നോക്കി യേശു പറഞ്ഞു, ഇന്നു നീ എന്നോടുകൂടി പറുദീസായിലിരിക്കുമെന്ന്. തന്നെ പരിഹസിച്ചൊരു വലിയ ജനസമൂഹത്തെ നോക്കി യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശുവിൻ്റെ വാക്കുകൾ സൗഖ്യം നൽകുന്നതാണ്, സദ്യമജ്ജകളെ തുളച്ചടക്കുന്നതാണ്, പുനഃസ്ഥാപിക്കുന്നതാണ്. യേശുവിൻ്റെ വാക്കുകൾ ക്ഷമിക്കുന്നതാണ്. യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരിലും ആത്മീക ശക്തി, ആന്തരിക ശക്തി പകർന്നു നൽകുന്ന വാക്കുകളാണ്. അത് രൂപാന്തരദായകമാണ്. മനുഷ്യൻ്റെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ തുറന്നു കാട്ടുന്നു. പ്രിയരെ, ഞാനീ പറയുവാൻ ശ്രമിക്കുന്നത് ദുഷ്ടനെയും നീതിമാനെയും അവൻ്റെ വാക്കുകൾ കൊണ്ട് തിരിച്ചറിയുവാൻ നമുക്കാകും. ഓരോ വാക്കുരിയാടുന്നതിന് മുമ്പും നീതിമാൻ മനസ്സിൽ ആലോചിച്ചുറപ്പിക്കുന്നു. അവൻ ഉത്തരം പറയുന്ന ഓരോ ഉത്തരവും അതുകൊണ്ട് തന്നെ ആലോചനയോടെ പറയുന്ന ഉത്തരങ്ങളാണ്, നീതിയോടെ പറയുന്ന ഉത്തരങ്ങളാണ്, മനസ്സിൽ ഉറപ്പിച്ചു പറയുന്ന ഉത്തരങ്ങളാണ്. എന്നാൽ മറുവശത്ത് ദുഷ്ടനാകട്ടെ, അവൻ്റെ വായ നിരന്തരം ദോഷങ്ങളെ
പൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്മയില്ലാതെ ദോഷങ്ങൾ മാത്രം പൊഴിക്കുന്ന, ആ ദോഷങ്ങളെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത അവസ്ഥയിൽ പകഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ മധ്യേ പ്രിയരെ, നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് അത് ജീവദായകമാണോ സാന്ത്വനദായകമാണോ, അല്ല ആ വാക്കുകൾ വേദനിപ്പിക്കുന്നുവോ, മുറിവേൽപ്പിക്കുന്നുവോ, പരിഹസിക്കുന്നുവോ, കണ്ണുനീരിന് കാരണമാകുന്നുവോ എന്ന് ഓരോ വാക്കിനും മുമ്പ് ചോദിപ്പാൻ നമുക്കാകണം. അഥവാ അറിയാതെ നമ്മിൽ നിന്നൊരു വാക്ക് പുറത്തുപോയി അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ വിനയത്തോടെ ചെന്ന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. സ്നേഹിതരെ, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ അവഗാഹമായ ഇനിയും ആഴമേയ പൊരുളുകൾ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും തുടർന്നും ശക്തീകരിക്കട്ടെ. ആമേൻ.